ഹായ്, എയറോബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ്. മൂന്നാറിലേക്കാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്നാണ് പോകുന്നത്. ബൈക്കിലാണ് പോകുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ 350 ബൈക്കിലാണ് പോകുന്നത്. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങി. രാവിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് രാവിലെ തന്നെ ഇറങ്ങിയത്. ഇപ്പം ഏകദേശം 200 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പം അങ്ങോട്ട് പോകുന്ന വീഡിയോ ഒക്കെ കാണാം. അപ്പം വീഡിയോയിലോട്ട് പോകാം. പ്രകൃതിയെ തൊട്ടറിഞ്ഞ് യാത്രകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എയറോബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, നമ്മളിപ്പം ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടിട്ട് വണ്ടി ഒതുക്കിയതാണ്. നല്ല സീനറിയാണ്, അടിപൊളി. പിള്ളേരൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 60 കിലോമീറ്റർ കൂടെ ഉണ്ട് മൂന്നാർക്ക്. പോകുന്ന വഴിയിലൊക്കെ വീഡിയോകളൊക്കെ കാണാം.
ആക്ച്വലി ദാറ്റ് വാസ് ആൻ അമേസിങ് ഫീലിംഗ്. മൂന്നാറിലെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണണം, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ എൻജോയ് ചെയ്യണം, ഇങ്ങനെയൊന്നും ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നില്ല നമ്മുടേത്. അവർ പ്ലാൻ വാസ് ടു ഗോ വിത്ത് ദി ഫ്ലോ. സോ ഒരു കാറിനെ പോലെ ഇങ്ങനെ മൂന്നാറിലൂടെ ഒഴുകി നടക്കാനായിരുന്നു നമുക്കിഷ്ടം. മൂന്നാറിനെ ഏറ്റവും ഭംഗിയാക്കുന്നത് ഇവിടുത്തെ ഒരു പച്ചപ്പ് തന്നെയാണ്. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിരുന്നാലും നമുക്ക് ഈ പച്ചപ്പ് കാണാം. അതിലൂടെ ഇങ്ങനെ കോട നിറഞ്ഞു പോകുന്നുണ്ടല്ലോ, ആക്ച്വലി വി ഫീൽ ലൈക്ക് ഹെവൻ. ഒരു മാജിക്കൽ ഫീലുള്ള സ്ഥലമാണോ മൂന്നാറെന്ന് ഇടയ്ക്കെപ്പോഴേക്കും നമുക്ക് തോന്നിപ്പോകും. ഓരോ കുഞ്ഞു വഴികളിലൂടെ ഈ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്തെല്ലാം നമുക്ക് ആ ഫീലിംഗ് തോന്നിക്കൊണ്ടേയിരുന്നു. ഹോട്ടലിലെ ബാൽക്കണി ഇരിക്കുമ്പോഴും ദൂരെ നിന്നുകൊണ്ട് ഈ മലനിരകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് ലൈഫിനെ മനോഹരമാക്കാനായിട്ട് ചെറിയൊരു മഴ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷവും നമ്മൾ ചെല്ലുമ്പോഴും വളരെ തിരക്കേറിയ ഒരു പട്ടണത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇഷ്ടംപോലെ തട്ടുകടകളും അതുപോലെ കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ് കടകളും ഒക്കെ നിറഞ്ഞ ഒരു പട്ടണം. ദിവസം വളരെ ലേറ്റായിട്ടാണ് നമ്മൾ മൂന്നാറിൽ നിന്നും യാത്ര തിരിച്ചത്. പക്ഷേ എങ്കിലും വളരെ തണുപ്പേറിയ കാലാവസ്ഥയായിരുന്നു. കോടയൊന്നും നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ പോലും വളരെയധികം തണുപ്പ്. അവിടെ നിന്ന് നമ്മൾ നേരെ മറയൂർ റോഡിലേക്കാണ് പോയത്. മൂന്നാർ മറയൂർ റോഡിനെ പറ്റി പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ. വളരെ മനോഹരമായ ഒരു പാത. ഇരുവശങ്ങളും വളരെ പച്ചപ്പും അതേപോലെ പൂക്കൾ നിറഞ്ഞിരിക്കുന്ന മരങ്ങളും, അങ്ങനെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തരുന്നൊരു വഴി തന്നെയാണ് മൂന്നാർ മറയൂർ റോഡ്. ഇതേപോലുള്ള കുഞ്ഞരുകളും വെള്ളച്ചാട്ടങ്ങളെയൊക്കെ നമുക്ക് ഈ യാത്രയിലുടനീളം കാണാൻ സാധിക്കും. ആൻഡ് ദിസ് ഈസ് അറ്റ്മോസ്റ്റ് പ്യൂർ വാട്ടർ. ഈ ഒരു യാത്രയിലുടനീളം ഈ ഒരു ബൈക്ക് നമുക്ക് നല്ലൊരു ഫീൽ തരുന്നുണ്ടായിരുന്നു. And the rider comfort was. നമ്മൾ മൂന്നാറിൽ നിന്നും നേരെ പോകുന്നത് നീലക്കുറിഞ്ഞി വസന്തം കാണാനാണ്. ഇവിടെ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരെയാണ് പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ നീലക്കുറിഞ്ഞിയുടെ വീഡിയോ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എയർ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.
കാണാം.